ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഹൈഡ് എലമെൻറ്റിനെ കുറിച്ചാണ്. ഹൈഡ് എലമെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വെബ് പേജിൽ യൂസേഴ്സിൻ്റെ മുമ്പിൽ നിന്നും പല കാര്യങ്ങൾ പല സമയത്തേക്കായി ചിലപ്പോൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രത്യേക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുന്നത് വരെ നമുക്ക് നമ്മുടെ വെബ് പേജിലെ പല എലമെൻസുകളും നമ്മുടെ യൂസേഴ്സിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് CSSൽ അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് വിധത്തിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേയും അതേപോലെ സ്റ്റൈൽ ഡോട്ട് വിസിബിലിറ്റിയും. ഈ സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ ഈ സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ്സ് നമ്മൾ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ആ എലമെൻറ്റ് നിന്ന ഭാഗം, ഉദാഹരണം നമ്മളൊരു ഇമേജാണ് ഹൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജ് നിന്ന ഭാഗം അത്രയും സ്പേസ് നമ്മുടെ വെബ് പേജിൽ യൂസേഴ്സിന് നമുക്ക് കാണിച്ചു കൊടുക്കും. അതായത് ആ എലമെൻറ്റ്സ് മാത്രമേ കാണാതിരിക്കൂ, ആ സ്പേസ് അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മൾ സ്റ്റൈൽ ഡോട്ട് വിസിബിലിറ്റി ആണെന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റൈൽ ഡോട്ട് വിസിബിലിറ്റി നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഹൈഡായി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ എലമെൻറ്റ് നിന്ന് ആ സ്പേസും അതേപോലെ തന്നെ ആ എലമെൻറ്റ് കൂടി നമുക്ക് ഹൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ് ഹൈഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തത് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ HTML എന്നെഴുതി അതിനുശേഷം ഞാനിവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവിന് നമ്മൾ എന്ത് ചെയ്തു, ഡിവിക്ക് ഒരു ID നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഡിവിൻ്റെ ID എന്നുള്ളത് ഞാനിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളിവിടെ വന്ന് യെല്ലോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫോണ്ട് സൈസാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഫോണ്ട് സൈസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫോണ്ട് സൈസ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എത്രയാണോ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 25 പിക്സൽ ഫോണ്ടിൻ്റെ സൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഫോണ്ടിന് എന്താണോ കളർ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് കളർ എന്നിട്ടതിന് ശേഷം റെഡ് ചേർത്ത് കൊടുത്തു. അതേപോലെ നമുക്കിതിനൊരു ബോർഡർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ബോർഡർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബോർഡർ ഞാനൊരു 2 പിക്സൽ തിക്നെസ് ആണ് കൊടുക്കുന്നത്. അതേപോലെ ലൈൻസിൻ്റെ സ്റ്റൈൽ എന്നുള്ളത് സോളിഡും അതിൻ്റെ കളർ ഞാനിവിടെ റെഡും എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്ന ദിസ് ഈസ് എ എലമെൻറ്റ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ഡിവ് എലമെൻറ്റ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫിൻ്റെ ടാഗ് എല്ലാവർക്കും അറിയാം, P ആണ്. ഓക്കെ, ഈ P എന്നുള്ള ടാഗിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID എന്നുള്ളത് നമ്മളിവിടെ വന്ന് P എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടെക്സ്റ്റ് എന്താണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ദിസ് ഈസ് ദ പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. പാരഗ്രാഫ് എലമെൻറ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ബട്ടണ് നമുക്കൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിന് നമുക്കൊരു ഫംഗ്ഷന്, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് വരണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫംഗ്ഷന് കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ബട്ടണിൻ്റെ ഒരു ID കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ID ഈക്വൽ ടു ബട്ടൺ ID ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് BTN ആണ്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ബട്ടൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്ലിക്ക് മീ എന്ന ടെക്സ്റ്റ് ചേർത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്നൊരു സ്ക്രിപ്റ്റ്, അതായത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് നമ്മളിവിടെ ആഡ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷനെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, അതായത് എലമെൻറ്റിൻ്റെ ID ഏതാണോ അത് നമുക്ക് ആക്സസ് ചെയ്തെടുക്കണം. അപ്പോൾ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഡിവിൻ്റെ ID ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഡിവ് ഡോട്ട് എന്നിട്ട് അത് എന്ത് ചെയ്യാണ് ഡോട്ട്, അതിനുശേഷം അതിന് നമ്മൾ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നണ്ണ് ചെയ്യാം.
ഓക്കെ, ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തേനും നമുക്ക് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് പാരഗ്രാഫിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ P എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ, ഇതിനും നമ്മൾ എന്ത് ചെയ്തു, നൺ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ CSSൽ ഉപയോഗിക്കുന്ന അതേ കൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നൺ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി നമുക്കിത് ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ 2 എലമെൻറ്റും നമുക്കിവിടെ സ്ക്രീനിൽ നിന്നും ഹൈഡായി. അതായത് അതിൻ്റെ ഗ്യാപ്പ് പോലും നമുക്കിവിടെ കാണാതെ അതിനെ ആ 2 എലമെൻറ്റ്സും നമ്മുടെ സ്ക്രീനിൽ നിന്നും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തത് നണ്ണ്, അതായത് ഡിസ്പ്ലേ നൺ എന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്. അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിൽ അതേപോലെ തന്നെ നമുക്ക് വിസിബിലിറ്റി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇവിടെ മാത്രമായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്റ്റൈൽ എന്നിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ആണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം നമ്മളിവിടെ വന്ന് വിസിബിലിറ്റി എന്ന് ചേർത്ത് കൊടുത്തു. വിസിബിലിറ്റി ഈക്വൽ ടു നമ്മളിവിടെ വന്ന് ഹിഡൻ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തത് നമുക്ക് എങ്ങനെ ഡിവിന് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പാരഗ്രാഫിനും ചേർത്ത് കൊടുക്കുക എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനും ഹിഡൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിതിവിടെ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഇവിടെ ഈ ഗ്യാപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യും. അതായത് നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഈ ബട്ടൺ നേരെ മുകളിലോട്ട് പോകുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നമ്മളിവിടെ ഹിഡൻ ആണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ആ ടാഗ് ജസ്റ്റ് സ്ക്രീനിൽ നിന്നും നമുക്ക് ഹൈഡായി പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഹൈഡ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഹൈഡും അതേപോലെ തന്നെ നമുക്ക് വിസിബിലിറ്റിയും ഡിസ്പ്ലേയും കൂടി സ്ക്രീനിൽ ഒരേപോലെ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഹെഡിങ് ടാഗ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിങ് ടാഗ് ഞാനിവിടെ വന്ന് H3 എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ ഹെഡിങ്ങിന് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID എന്നുള്ളത് ഞാനിവിടെ ഹെഡിങ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്താണോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഇറ്റ് ഈസ് എ ഹെഡിങ് ടാഗ് എന്ന് ഹെഡിങ് എലമെൻറ്റ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ഹെഡിങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ പാരഗ്രാഫ് എന്നും കൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഡിവ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്തു, ഹിഡൻ എന്ന് ചേർത്ത് കൊടുത്തു. എന്നാൽ പാരഗ്രാഫിന് ഹെഡിങ്ങിന് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നത് നണ്ണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഹെഡിങ് എന്ന് ചേർത്തു. ഓക്കെ, അതിനുശേഷം വിസിബിലിറ്റി എന്നുള്ളത് മാറ്റി ഞാനിവിടെ വന്ന് ഡിസ്പ്ലേ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈ ഹിഡനും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഞാനിവിടെ വന്ന് ഡിസ്പ്ലേ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു അതിൻ്റെ ഉള്ളിൽ നമ്മൾ നൺ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ഇതിൻ്റെ മുകളിലുള്ള ഈ പാരഗ്രാഫ് മാത്രമേ ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള എലമെൻറ്റും അതേപോലെ തന്നെ ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റും നമുക്ക് ഇവിടുന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ ബട്ടൺ ഒന്ന് കുറച്ച് മുകളിലോട്ട്, അതായത് നേരത്തെ നമ്മൾ ഈ ഹെഡിങ് എവിടെയാണോ നിന്നത് ആ ബട്ടൺ ഉള്ളിടത്തേക്ക് നമുക്ക് കയറും. പക്ഷേ നമ്മൾ ഈ പാരഗ്രാഫ് എന്നുള്ളത് നമുക്ക് ഈ ടാഗ് നിന്നോടത്തേക്ക് കയറുന്നില്ല. കാരണം അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, ഹിഡൻ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ടാഗ് ഹൈഡ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഡിസ്പ്ലേ എന്നുള്ളത് നണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബട്ടണ് കുറച്ച് മുകളിലോട്ടായിട്ട് നമുക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടി നോക്കൂ. അപ്പോൾ ഇതാണ് നമുക്ക് വിസിബിലിറ്റിയും അതേപോലെ ഡിസ്പ്ലേയും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.